കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 3ാം വർഷ വിദ്യാർത്ഥിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഹോസ്റ്റൽ വാർഡനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. എണീറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വാർഡൻ വന്നിട്ട് മാഡംസിൻ്റെ അടുത്ത് പറഞ്ഞു. മാഡംസ് നിങ്ങൾ 1 മണി വരെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചു. അത് ചോദിക്കാൻ വേണ്ടി അവൾ കയറിപ്പോയതിന് അവളെ ഒരുപാട് ഷൗട്ട് ചെയ്ത് അവൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഇമോഷണൽ ആവും. എന്തെങ്കിലും വിഷമം വന്നാൽ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റണമെന്നുണ്ടാവില്ല. അങ്ങനെ ആ ഒരു കാര്യത്തിൽ തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് അവൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വാർഡനോട് ഞാൻ ഷൗട്ട് ചെയ്തിരുന്നു എന്ന് എന്നോട് സാന്ദ്രയോട് പറയണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവസാനമായിട്ട്. അവർ രണ്ടുപേരും സാക്ഷികളുണ്ട്. അരുൺ പാറക്കൽ കാസർഗോഡ് ചേർന്നു. അരുൺ, ഇപ്പോൾ വിദ്യാർത്ഥികളടക്കം സംസാരിക്കുമ്പോൾ ഈ വാർഡന്റെ ശാസനയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാശ്രമത്തിലേക്ക് പ്രകോപിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? എപ്പോഴായിരുന്നു ഈ ആത്മഹത്യാശ്രമം? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യത്തിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? സുഹൈലെ, കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 12:45 കൂടിയാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് സഹപാഠികൾ പറയുന്നത്. 3ാം വർഷ വിദ്യാർത്ഥിയാണ്, പാണത്തൂർ സ്വദേശിയാണ്. പാണത്തൂർ സ്വദേശി ചൈതന്യ എന്നാണ്. ഈ കുട്ടിക്ക് 20 വയസ്സാണ്. കുട്ടിക്ക് ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇക്കാര്യം ഈ ആശുപത്രി മാനേജ്മെൻറ്റുമായും അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ വാർഡനുമായും കുട്ടി നേരത്തെ സംസാരിച്ചു. പക്ഷേ അവർ കുട്ടിയെ വഴക്ക് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി, കുട്ടിയെ മാനസികമായി തളർത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് ആത്മഹത്യാ ശ്രമത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. കുട്ടി ഇപ്പോൾ നിലവിലുള്ളത് വെന്റിലേറ്ററിലാണ്. കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഈ സഹപാഠികൾക്കോ സുഹൃത്തുക്കൾക്കോ ഇതുവരെയും അറിയില്ല. അവർ നിരന്തരമായി ആശുപത്രി മാനേജ്മെൻറ്റിനെയും അതുപോലെ തന്നെ പോലീസിനെയും ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ല എന്ന ഒരു ആരോപണമാണ് ഈ ആശുപത്രിയിൽ നിന്ന് ഉയർന്നു വരുന്നത്. കുട്ടി ഇപ്പോൾ നിലവിലുള്ളത് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. സുഹൈൽ, എന്തായാലും പ്രശ്നങ്ങൾ വഷളാവുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ആശുപത്രി മാനേജ്മെൻറ്റാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് ഈ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ആരോപിക്കുന്നത്. വിദ്യാർത്ഥികൾ റോട്ടിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സുഹൈൽ, ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. സഹപാഠികളടക്കം ആ ഹോസ്റ്റലിൽ കൂടെ ഉണ്ടായിരുന്ന മെയ്റ്റ്സ് അടക്കം പറയുന്നു ഇത്തരത്തിൽ അതിരുവിട്ട ശാസന, വാർഡന്റെ മാനസികമായ ഉപദ്രവം, ഇതെല്ലാം ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചു, ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോഴും നിയമ നടപടി ഏത് വശത്താണ് അരുൺ പാറക്കൽ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതുമായി സംബന്ധിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുന്ന തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? ഈ ആശുപത്രി മാനേജ്മെന്റുമായി നമുക്ക് സംസാരിക്കാനായിട്ടുണ്ടോ? ഈ ആശുപത്രി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ അവർ അതിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തു പറയുന്നത്. പോലീസുമായും ബന്ധപ്പെട്ടിരുന്നു. പോലീസ് പറയുന്നത് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമമുണ്ടായി. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. എന്താണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് ആശുപത്രി അധികൃതർ കൃത്യമായി തന്നെ അത് പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല. കുട്ടിക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടിക്ക് പരീക്ഷയുണ്ടായിരുന്നു. ആ പരീക്ഷ ടഫായിരുന്നു. അതുകൊണ്ട് ആത്മഹത്യാ ശ്രമത്തിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല കാര്യം. ഈ മാനേജ്മെൻറ്റിൻ്റെയും ഹോസ്റ്റൽ വാർഡിൻ്റെയും ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ്, ഈ കുട്ടികളോടുള്ള മോശം പെരുമാറ്റമാണ് ഈ ആത്മഹത്യാ ശ്രമത്തിലേക്ക് കാര്യങ്ങൾ കടന്നതെന്നാണ് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെൺകുട്ടി ചൈതന്യയുടെ സഹപാഠികളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവർ നിരന്തരമായി ഈ കാര്യങ്ങൾ ഈ വാർഡിനെതിരെയുള്ള പ്രശ്നങ്ങൾ അത് മാനേജ്മെൻറ്റിനെ അറിയിച്ചിരുന്നു.